കൊച്ചിയിൽ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. വിദേശത്ത് നിന്നും തപാൽ മാർഗം എത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവാണ് കസ്റ്റംസ് പിടികൂടിയത്. വടുതല സ്വദേശി സക്കറിയ ടൈറ്റസിനെ പോലീസ് പിടിച്ചു. സക്കറിയ വൻ ലഹരി മാഫിയ സംഘത്തിലെ കണ്ണിയെന്നും കസ്റ്റംസ് പറയുന്നു. വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ നൽകും. ജിജീഷ്, കസ്റ്റംസ് സൂചിപ്പിക്കുന്നത് ഇതൊരു വലിയ മാഫിയയാണ്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖണ്ണിയെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നതെന്നാണല്ലോ. ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി കൊച്ചി മാറിയിരുന്നു. പ്രത്യേകിച്ച് തായ്ലാന്റിൽ നിന്നും ബാങ്കോക്കിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് കൊച്ചിയിലേക്ക് എത്തുകയും ഇവിടെ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഇത്തരത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ലഹരിക്കടത്തിന്റെ ഭാഗമായി എത്തിച്ചതാണ് ഈ വലിയ അളവിലുള്ള 2 കോടിയോളം രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് കസ്റ്റംസ് കടന്നിരിക്കുന്നത്. നേരത്തെ കോഴിക്കോട് വിമാനത്താവളത്തിലും ഒപ്പം തന്നെ കൊച്ചി വിമാനത്താവളത്തിലും അടക്കം ഹൈബ്രിഡ് കഞ്ചാവ് കേസുകൾ പിടികൂടിയ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സംഘങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പരസ്പരം കണ്ണികളാണ് എന്നത് സംബന്ധിച്ചുള്ള ചില സൂചനകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ലഭിച്ച ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുന്നതിനിടയിൽ NCBയും കസ്റ്റംസും എല്ലാം അന്വേഷണം തുടരുന്നതിനിടയിൽ ലഭിച്ച ചില സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു വലിയ പരിശോധന നടത്തിയത്. ഈ പരിശോധനയ്ക്കിടയിലാണ് ഇപ്പോൾ വടുതല സ്വദേശി പിടിയിലായിരിക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ സംഘാംഗങ്ങളിലേക്ക് അന്വേഷണം എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. പ്രത്യേകിച്ച് ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വലിയ തോതിൽ കൊച്ചി കേന്ദ്രീകരിച്ച് വർദ്ധിച്ചു എന്നത് കൂടിയാണ് ഈ സമയത്ത് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം. കൊച്ചിയിൽ 2 കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു. ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഖണ്ണിയെയും ഇപ്പോൾ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.